നമസ്കാരം. പ്രധാന വാർത്തകൾ. കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്ന് നരേന്ദ്രമോദിയുടെ ചിത്രവും പേരും നീക്കി. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും പേരും നീക്കം ചെയ്ത് ആരോഗ്യ മന്ത്രാലയം. കോവിഷീൽഡ് വാക്സിൻ അപൂർവ രോഗാവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കൾ തന്നെ സമ്മതിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദി അപ്രത്യക്ഷമായത്. ഒന്നിച്ചു ചേർന്ന് ഇന്ത്യ COVID-19 തോൽപ്പിക്കും എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ ചിത്രത്തിനുമൊപ്പമാണ് മുമ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രവും പേരും ഒഴിവാക്കി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ചിത്രം ഒഴിവാക്കിയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രശസ്ത ഗായിക ഉമാരമണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. തമിഴിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് ശബ്ദമായ ഉമ ഇളയരാജയ്ക്കൊപ്പം 200 ഗാനങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട്. ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ഭൂപാലമിസയ്ക്കും അന്തരാഗം കേൾക്കും കാലം, പൂമാനെ തുടങ്ങിയവ ഉമയുടെ ശ്രദ്ധേയ ഗാനങ്ങളാണ്. ഗായകൻ AV രമണനാണ് ഉമയുടെ ഭർത്താവ്. 1977 ശ്രീകൃഷ്ണ ലീലയിൽ ഭർത്താവിനൊപ്പം പാടിക്കൊണ്ടാണ് അരങ്ങേറ്റം കുറിച്ചത്. സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾക്കുമപ്പുറം തത്സമയ സംഗീത പരിപാടികളിലൂടെയും പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയയാണ്. നടൻ വിജയുടെ തിരുപ്പാച്ചി എന്ന സിനിമയ്ക്കായി മണിശർമ്മ സംഗീതം നൽകിയ കണ്ണും കണ്ണും താൻ കലന്താച്ചു എന്ന ഗാനമാണ് ഉമ അവസാനമായി പാടിയത്. പാലക്കാട് രാമശ്ശേരിയിലെ ക്വാറിയിൽ തലയോട്ടി കണ്ടെത്തി. ബുധനാഴ്ച വൈകുന്നേരമാണ് ക്വാറിക്ക് സമീപം നാട്ടുകാർ തലയോട്ടി കണ്ടെത്തിയത്. പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തി വരികയാണ്. ഇന്നലെ വൈകിട്ടാണ് തലയോട്ടി കണ്ടതെന്ന് കസബ ഇൻസ്പെക്ടർ വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് തലയോട്ടി കണ്ടെത്തിയ വിവരം ലഭിച്ചതെന്ന് കസബ SI പറഞ്ഞു. ക്വാറിയിലെ കുളത്തിൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും SI അറിയിച്ചു. കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിലെ സ്കൂബ ടീമിനെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി വരികയാണ്. ക്വാറിയിൽ നിന്നും കണ്ടെത്തിയ തലയോട്ടി ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. കണ്ണൂർ വിമാനത്താവള പരിസരത്ത് വന്യജീവിയുടെ സാന്നിധ്യം. വിമാനത്താവളത്തിന്റെ 3ാം ഗേറ്റിനടുത്താണ് ഇന്നലെ രാത്രി വന്യജീവിയെ കണ്ടത്. രാത്രി BSF സംഘമാണ് വന്യജീവിയെ കണ്ടത്. ഇന്ന് രാവിലെ വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും പാതി തിന്ന നിലയിൽ നായുടെ ജഡവും കണ്ടെത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാൻ വനംവകുപ്പ് നടപടികളും തുടങ്ങി. റൺവേയിൽ നിന്നും 300 മീറ്റർ മാറി കാട് മൂടിയ പ്രദേശത്താണ് വന്യജീവി സാന്നിധ്യം കണ്ടെത്തിയത്. നിർത്തിയിട്ട കാറിന് പിന്നിൽ ലോറി ഇടിച്ച് 2 വയസ്സുകാരൻ മരിച്ചു. കൊയിലാണ്ടി പാലക്കുളത്ത് നിർത്തിയിട്ട കാറിന് പിന്നിൽ ലോറി ഇടിച്ച് 2 വയസ്സുകാരൻ മരിച്ചു. വടകര ചേറോട് സ്വദേശിയായ മുഹമ്മദ് റഹീസാണ് മരിച്ചത്. അപകടത്തിൽ 8 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞതോടെയാണ് സംഭവം. ടയർ പഞ്ചറായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട കാറിലാണ് ലോറി ഇടിച്ചത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാർ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നുവെന്നും അപ്പോഴാണ് ലോറി പിറകിൽ വന്ന് ഇടിച്ചതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. 2 സ്ത്രീകൾ നേരെ ലോറിക്ക് അടിയിലേക്ക് പോയെന്നും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇവരെ വലിച്ച് പുറത്തേക്കെടുത്തതെന്നും ഇവർ പറഞ്ഞു. മുണ്ടക്കയത്ത് 13 മൂർഖൻ കുഞ്ഞുങ്ങളെ പിടികൂടി. മുണ്ടക്കയം പശ്ചിമ കൊട്ടാരങ്കട റോഡിൽ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞുങ്ങളെ പിടികൂടി. മരത്തിന്റെ വേരിനടിയിലെ പൊത്തിൽ നിന്നും 13 മൂർഖൻ കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയത്. പാമ്പിനെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് സർപ്പ ടീം ജീവനക്കാരായ സുധീഷ്, റജി എന്നിവരെത്തിയാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിൻ കുഞ്ഞുങ്ങളെ പിന്നീട് വനമേഖലയിൽ തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. സൂര്യാഘാതം. സംസ്ഥാനത്ത് ഇന്ന് 2 മരണം. അലംഭാവമരുത്, ജാഗ്രത വേണമെന്ന് സർക്കാർ. സംസ്ഥാനത്ത് ഇന്ന് സൂര്യാഘാതമേറ്റ് 2 മരണം. കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷും മലപ്പുറം സ്വദേശി മുഹമ്മദ് അനീഫയുമാണ് മരിച്ചത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മരിച്ച മുഹമ്മദ് അനീഫ നിർമ്മാണ തൊഴിലാളിയാണ്. വിജീഷ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെയ് 6 വരെ അവധി. സംസ്ഥാനത്തെ ഉഷ്ണതരംഗം കണക്കിലെടുത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെയ് 6 വരെ അവധി പ്രഖ്യാപിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. NCC, NSS എന്നിവയുടെ പകൽ സമയത്തെ പരിശീലനം, പരേഡ്, ഡ്രില്ല് തുടങ്ങിയവ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നേരത്തെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്നും അറിയിപ്പുണ്ട്. മദ്യപിച്ചവരെ പിടികൂടുമെന്ന വിവരം. പിന്നാലെ അവധിയെടുത്ത KSRTC ജീവനക്കാർക്ക് 8ന്റെ പണി.
മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്ത പത്തനാപുരം ഡിപ്പോയിലെ 14 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ ഓഫീസ് പുറത്തിറക്കിയ കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ അവധിയെടുത്ത 16 ഡ്രൈവർമാരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. 4 കരാർ ജീവനക്കാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ പിടികൂടാനായി KSRTC വിജിലൻസ് എത്തുമെന്നത് അറിഞ്ഞതോടെയായിരുന്നു ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്ത് മുങ്ങിയത്. ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്തതോടെ പത്തനാപുരം യൂണിറ്റിലെ നിരവധി സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നു. 1,88,665 രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഇതിലൂടെ KSRTCക്ക് ഉണ്ടായത്. പിന്നാലെയാണ് ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തത്. കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ഡോറിലിരുന്ന യുവാക്കളുടെ അഭ്യാസ പ്രകടനം. കേസെടുത്ത പോലീസ്. റോഡിൽ അപകടകരമായ അഭ്യാസം നടത്തിയ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. മാവേലിക്കര ജോയിന്റ് RTO ആണ് കേസെടുത്തത്. നൂർനാട് സ്വദേശികളാണ് കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. കാറിന്റെ ഡോറിലിരുന്ന് സഞ്ചരിക്കുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. അപകടങ്ങൾ പതിവായ കായംകുളം പുനലൂർ റോഡിലാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത്. റോഡ് യാത്രക്കാരാണ് യുവാക്കളുടെ അപകടയാത്രയുടെ വീഡിയോ പകർത്തിയത്. കൊട്ടാരക്കര രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാറിലായിരുന്നു യുവാക്കൾ യാത്ര ചെയ്തത്. അഭ്യാസ പ്രകടനം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു.